ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 15 ബൈബിൾ ക്വിസ്. സാക്ഷാൽ മുന്തിരിവള്ളിയും തോട്ടക്കാരനും ആരെല്ലാമാണ്? യേശു സാക്ഷാൽ മുന്തിരിവള്ളിയും തന്റെ പിതാവ് തോട്ടക്കാരനും. യേശുവിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്തു ചെയ്യും? പിതാവ് നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെയും പിതാവ് എന്താണ് ചെയ്യുന്നത്? കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്തു നിമിത്തമാണ് ശിഷ്യന്മാർ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നത്? യേശു അവരോട് പറഞ്ഞ വചനം നിമിത്തം. കൊമ്പിന് എവിടെ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുകയില്ല? മുന്തിരിവള്ളിയിൽ. താൻ മുന്തിരിവള്ളിയും ശിഷ്യന്മാർ എന്തുമാണെന്നുമാണ് യേശു പറഞ്ഞത്? കൊമ്പുകൾ. ഒരുവൻ വളരെ ഫലം കായ്ക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത്? ഒരുത്തൻ യേശുവിലും യേശു അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. യേശുവിൽ വസിക്കാത്തവനെ എന്തു ചെയ്യുന്നു എന്നാണ് ഉപമയിൽ പറയുന്നത്? ഒരു കൊമ്പ് പോലെ പുറത്ത് കളയുന്നു. യേശുവിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവന് എന്ത് സംഭവിക്കുന്നു? അവൻ ഉണങ്ങിപ്പോകുന്നു. ഉണങ്ങിപ്പോയ കൊമ്പിനെ എന്തു ചെയ്യുന്നു? തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. എപ്പോഴാണ് നമ്മൾ ഇച്ഛിക്കുന്നത് അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്നത്? നമ്മൾ യേശുവിലും യേശുവിന്റെ വചനം നമ്മിലും വസിക്കുമ്പോൾ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ മഹത്വപ്പെടുന്നതാര്? തന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ആർ ആകും, ശിഷ്യന്മാർ ആകും. യേശു എങ്ങനെയാണ് ശിഷ്യന്മാരെ സ്നേഹിക്കുന്നത്? പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനാൽ നിങ്ങൾ എന്തിൽ വസിപ്പീൻ? എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. എങ്ങനെയാണ് നാം യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നത്? നാം യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കും. പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ച് പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് ആര്? യേശു. യേശു തന്റെ ശിഷ്യന്മാരെ മുന്തിരിവള്ളിയെക്കുറിച്ചും യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനെ കുറിച്ചും പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? യേശുവിന്റെ സന്തോഷം നമ്മിൽ ഇരിപ്പാനും നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനും. യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന കൽപ്പന എന്താണ്? യേശു ശിഷ്യന്മാരെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ അവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എന്തിനേക്കാൾ അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്നാണ് യേശു പറഞ്ഞത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യേശു നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ യേശുവിന്റെ ആരായിത്തീരും? യേശുവിന്റെ സ്നേഹിതന്മാർ ആയിത്തീരും.
യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് യേശു ശിഷ്യന്മാരെ ദാസന്മാർ എന്ന് ഇനി പറയുകയില്ല, പകരം എന്തു പറഞ്ഞിരിക്കുന്നു? സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ശിഷ്യന്മാരെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്ത്? യേശു തന്റെ പിതാവിനോട് കേട്ടതെല്ലാം ശിഷ്യന്മാരെ അറിയിച്ചതുകൊണ്ട്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചതിന്റെ പ്രത്യേക ലക്ഷ്യം എന്താണ്? അവർ പോയി ഫലം കായ്ക്കേണ്ടതിനും അവരുടെ ഫലം നിലനിൽക്കേണ്ടതിനും. നിങ്ങളുടെ ഫലം നിലനിന്നാൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്തു ചെയ്യും? അവൻ നിങ്ങൾക്ക് തരും. യേശു തന്റെ ശിഷ്യന്മാരോട് എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം കൽപ്പിച്ചത്? അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന്. ശിഷ്യന്മാർ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം എന്തു ചെയ്യുമായിരുന്നു? ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ലോകം ശിഷ്യന്മാരെ പകയ്ക്കുന്നുവെങ്കിൽ അവർ എന്ത് അറിവീൻ? അത് ശിഷ്യന്മാർക്ക് മുമ്പേ യേശുവിനെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. ദാസനെയും യജമാനനെയും കുറിച്ച് യേശു പറഞ്ഞ ഏത് വാക്കാണ് ശിഷ്യന്മാർ ഓർക്കേണ്ടത്? ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. ലോകം ശിഷ്യന്മാരെ പകയ്ക്കാൻ കാരണമെന്ത്? ശിഷ്യന്മാർ ലോകക്കാരായിരിക്കാതെ യേശു അവരെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം ശിഷ്യന്മാരെ പകയ്ക്കുന്നു. യേശുവിനെ ഉപദ്രവിച്ചുവെങ്കിൽ ആരെയും ഉപദ്രവിക്കും. ശിഷ്യന്മാരെയും ഉപദ്രവിക്കും. അവർ യേശുവിന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ ശിഷ്യന്മാരുടെ വചനം എന്തു ചെയ്യും? ശിഷ്യന്മാരുടേതും പ്രമാണിക്കും. ലോകം ഈ ഉപദ്രവങ്ങളൊക്കെയും ശിഷ്യന്മാരോട് ചെയ്യുന്നത് എന്തിന്റെ നിമിത്തമാണ്? യേശുവിനെ അയച്ചവനെ അവർ അറിയായ്ക കൊണ്ട് യേശുവിന്റെ നാമം നിമിത്തം. യേശു വന്ന് ശിഷ്യന്മാരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? അവർക്ക് പാപം ഇല്ലായിരുന്നു. യേശു വന്ന് സംസാരിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ശിഷ്യന്മാരുടെ പാപത്തിന് എന്തില്ല? പാപത്തിന് ഒഴിവ് കഴിവില്ല. യേശുവിനെ പകയ്ക്കുന്നവൻ വേറെ ആരെ കൂടിയാണ് പകയ്ക്കുന്നത്? എന്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്യാത്ത പ്രവൃത്തികളെ യേശു അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ലെങ്കിൽ അവർക്ക് എന്തില്ലായിരുന്നു? അവർക്ക് പാപം ഇല്ലായിരുന്നു. അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഏത് വചനം നിവർത്തിയാകേണ്ടതിനാണ് അവരുടെ ഈ ദ്വേഷം ഇടയാക്കിയത്? അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം. പിതാവിന്റെ അടുക്കൽ നിന്ന് യേശു അവർക്ക് ആരെയാണ് അയക്കുന്നത്? പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്ന കാര്യസ്ഥനെ. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതാര്? സത്യാത്മാവ്.
യേശു ആരോടാണ് തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ പറഞ്ഞത്? ശിഷ്യന്മാരോട്. തന്നെക്കുറിച്ച് സാക്ഷ്യം പറവീൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറയാൻ കാരണമെന്ത്? ശിഷ്യന്മാരും ആദ്യം മുതൽ യേശുവിനോടുകൂടെ ഇരിക്കൊണ്ട്. ലോകത്തിനു മുൻപാകെ യേശുവിന്റെ സാക്ഷികളാകേണ്ടതാരല്ല? സത്യാത്മാവും ശിഷ്യന്മാരും. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.